ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിന്ന് വേറെ നൈമ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് വർക്കുണ്ടല്ലേ, ഒരു പാർട്ടി മേക്കപ്പ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഒരു ഡാൻസ് പ്രാക്ടീസും. അതെ, ഞങ്ങൾക്കൊരു വെഡ്ഡിങ് വരുന്നുണ്ട്. ഞങ്ങളവിടുത്തെ ഉമ്മാൻ്റെ കുഞ്ഞാമാൻ്റെ മോളെ, സോറി ഗൈസ്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ, അതായത് കുഞ്ഞാമാൻ്റെ മോളെ കല്യാണമാണ്. അപ്പം ഡാൻസ് പ്രാക്ടീസിന് പോകണം. പിന്നെ ഞങ്ങളെ വർക്ക് കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോകണം. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പൊടിയൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ഐസുണ്ട് കേട്ടോ. ഓൻ ഇന്ന് ക്ലാസ് ഇല്ല, ശനിയും ഞായറും ഒഴിവാണ്. അപ്പം ഞാനിങ്ങനെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ അങ്ങ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം മടിയൊക്കെ മാറി ഇങ്ങനെ ഓക്കെ ആയി വരികയാണ്. എനിക്ക് സ്കൂൾക്ക് പോകണമെന്നുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടാനാണ് ഒരു ഇടങ്ങേറ്. ആ ടൈമിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പം ഞാനവിടെ പൊടിയൊക്കെ സെറ്റാക്കണ നേരം കൊണ്ട് ഫെമി ഇവിടെ തേങ്ങ ഒക്കെ പൊളിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഫെമി തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ചെറുക്കി എടുക്കുന്നുണ്ട്. ഞാൻ നൂൽപുട്ടിൻ്റെ മാവ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വർക്കിന് ഇവിടുന്ന് 8:30 പോകണം കേട്ടോ. അതാണ് പിന്നെ നൂൽപുട്ടും തേങ്ങാപ്പാലൊക്കെ ആക്കിയത്. ഉച്ചക്കുള്ള ചോറ് അവിടെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നൂൽപുട്ടും തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ സെറ്റ് ആയതിനു ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചോറൊക്കെ ആയി, അതൊക്കെ ഒന്ന് ഊറ്റിച്ചു. പിന്നെ കുറേ പാത്രം കഴുകാണ്ടേനു, ചായ അടിച്ച് കഴിഞ്ഞതും മറ്റതൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിച്ചപ്പോൾ മീനും കിട്ടി. ഉച്ചക്കൊക്കെ മീനാണ് കേട്ടോ. പിന്നെ ഫെമി പെട്ടെന്ന് തന്നെ അടിച്ചു വാരി തുടങ്ങി. ഞാൻ കിച്ചണും ക്ലീൻ ആക്കിയിട്ടു. ഇനി ഞങ്ങൾക്ക് വേഗം മാറ്റിയിട്ട് പോകണം. നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തുമ്മണ സുഖാരിക്കലുണ്ടോ? എനിക്ക് ഇടയ്ക്ക് ഇതേപോലെ ഉണ്ട് കേട്ടോ, ഭയങ്കര തുമ്മൽ. എനിക്ക് മോർണിംഗ് എണീച്ച് കഴിഞ്ഞാലും കുറേ നേരം തുമ്മുട്ടോ. എനിക്ക് അലർജിൻ്റെ പ്രശ്നമുണ്ട്, ചിലപ്പോൾ അതാവും. ഞങ്ങളെ വർക്കിൻ്റെ അങ്ങനെ ഞങ്ങൾ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഞങ്ങൾ ബൈക്കുമ്മലാണ് കേട്ടോ പോണത്. ഫെമിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് അഫ്ലു ബൈക്കാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്ത്. അപ്പം അയിമല പോണത്. ഞങ്ങൾ വർക്കിന് പോയി വരുമ്പോൾ മഴത്ത് കുറച്ച് റീലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ പോയി വരുള്ളൂ മഴ ഒന്നും ചാറിയിട്ടും കൂടില്ല. അന്നാണെങ്കിൽ റെഡ് അലർട്ടാണല്ലോ. അപ്പം ഞങ്ങൾ എന്തായാലും മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പാളിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഏതായാലും വർക്കിനിറങ്ങി. കീശ്ശേരി കുഴിഞ്ഞൊളുത്താണ് കേട്ടോ നമുക്കിന്ന് വർക്കുള്ളത്. ഈ തട്ടുകട ഞങ്ങൾ ആപ്പാപ്പൻ്റെതാണ്, വേണ്ടവർ വന്ന് കഴിക്കുക. നല്ല അടിപൊളി ഫുഡ് ഉണ്ട് കേട്ടോ. പാപ്പ ഇന്ന് ലീവാണ്, ഇന്ന് തുറന്നിട്ടില്ല. അപ്പൊ സാധാരണ ഫ്രൈഡേ അല്ലേ വരാക്കില് ആയി ഉണ്ടാവല്ലോ, 9 ആയിട്ടില്ലല്ലോ. നല്ല വെയില് പറയല് വീഡിയോക്ക് ലെങ്ത് ഇല്ല എന്നൊക്കെ നോക്കില്ലേ. ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാ, എല്ലാവർക്കും നമ്മൾ മതിയറിയില്ല. മതി. ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണത് അങ്ങനെയാണ്. ഇപ്പം അവിടെ എത്താനായി കാര്യം നല്ല രസമുള്ള റോഡാട്ടോ. പക്ഷെ ലോറി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടി അറിയില്ല. വെറുതെ പറഞ്ഞു പോവാ. ബൈക്കൊക്കെ വരുന്നുള്ളൂ. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ അർജന്റീന, പക്ഷെ ഞാൻ പോർച്ചുഗലാണ്. കല്യാണത്തിന് മുന്നേ അർജന്റീന, ശേഷം അഫ്ലു ബ്രസീലായപ്പോ ഞാൻ നിൽക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഒക്കെ ഉപേക്ഷിച്ചു. കല്യാണത്തിന് പാർട്ടിയില്ലേനു, പക്ഷെ എനിക്ക് കളിന്റെ ബേസ് കളി അങ്ങനെ നിനക്ക് അറിയില്ല, പക്ഷെ എനിക്ക് റൊണാൾഡോനെ ഇഷ്ടമാണ്. ആശയാണെങ്കിൽ നെയ്മർ നല്ല ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. അതെ, മെസ്സി എനിക്ക് റൊണാൾഡോന്റെ ഒരു പേഴ്സണാലിറ്റിയാണ് ഇഷ്ടം. റൊണാൾഡോ അടിപൊളിയാണ്. ലിവിങ് ടുഗദർ ആയിക്കാണ് തോനെ കുട്ടികളൊക്കെ ഉണ്ടായിക്കണ്ട്. നെയ്മറിന് എന്തുമില്ല. നമുക്ക് സിനിമയിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട നടനോ നടിയോ ഇല്ല. അതുപോലെ കളിയിലും അങ്ങനെ ഇല്ല, കളി കാണുന്നവരൊന്നും ഇല്ല. പിന്നെ അതേപോലെ പറയുന്നേ ഓലൊക്കെ ചോദിച്ചപ്പോ പെട്ടെന്ന് അർജന്റീനത്തെ ഒരു 5 ആളെ പേരറിഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾ വേർക്കും. അതിനിപ്പോ പോർച്ചുഗലിലാണെങ്കിലും ആഴ്ചയില് മെസ്സിനെ പണിയുള്ളൂ. എന്ത് രസമല്ലോ ഈ സ്ഥലം കാണാൻ, ഫുള്ള് കാണാം. ഇങ്ങനെ കാട് വൈബൊക്കെ ഇഷ്ടം. അതെ, റോട്ടുമ്പോൾ പണിയാറ് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാറ്. ഞങ്ങള് ലൊക്കേഷനിൽ എത്തിക്കണോ ഒന്ന് കൺഫേം. ഇവിടെ
എൻ്റെ അമ്മയുടെ വൈഫിന്റെ കാക്കാന്റെ കുട്ടി. അതെ, കുട്ടീൻ്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പോൾ എൻഗേജ്മെന്റ് വർക്കാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോകണം ഡാൻസ് പഠിക്കാൻ. പ്രാക്ടീസ് അതും ഞങ്ങൾ വ്ളോഗ് ആക്കിടും. കണ്ടോണ്ടി ഞങ്ങൾ കല്യാണം വ്ളോഗ് ആക്കിടും. കല്യാണത്തിനാണ് ഞാൻ ഡ്രസ്സ് അടിച്ചോണ്ടിരിക്കണേ. ഇന്നലത്തെ വ്ളോഗിലുണ്ടേനു, ഒരു നീല ഷോർട്ടിലുണ്ടേനു. ആൾക്കാര് എല്ലാരും ഇതിന്റെ ലാസ്റ്റ് വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേമാർക്ക് കേട്ടോ. അപ്പം ഒന്ന് ഏകദേശം അടിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുകൂടി ഉണ്ടല്ലേ. ലാസ്റ്റ് വീഡിയോ ഞങ്ങൾ എന്തായാലും ചെയ്യും. ഞങ്ങൾ നല്ല സെറ്റാക്കി ചെയ്യും. നീ എന്ത് തള്ളിച്ച് പോലും. ഓ വാട്ട് എ ഗ്ലോ. നല്ല ഗ്ലോ ഉണ്ട്. സൺ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അല്ല ഞങ്ങൾ എത്തിക്കണോ, പക്ഷെ ഞങ്ങൾക്കൊരു മടി കുറവ്. അപ്പൊ എന്റെ അമ്മായി ഉണ്ട്, അമ്മായിന്റെ വീട്ടില്. ഞങ്ങളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ എവിടെ പോയാണ്ട് കുറവാട്ടിക്ക് കുത്തിർക്കും. പിന്നെ അമ്മയുടെ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഓളെ വിളിച്ചിക്കണതായി. അതാ വരുന്നു. വരണ്ടോ അവിടെ ഓളെ കാക്കാരാണേ. അപ്പൊ ഇച്ച് കുറവായി. ഞങ്ങളിപ്പോ ഇവിടെ വീടെത്തി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൾക്ക് എൻഗേജ്മെന്റ് ലുക്ക് മതി എന്നാ പറഞ്ഞത്. സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പ് ലുക്ക് മതി എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 11:45 ആയപ്പോഴത്തേന് വർക്ക് കഴിഞ്ഞു. ഇതാണ് ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കട്ടോ. ബ്രൈഡിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായേ. ഇത് അമ്മായി അമ്മായി കാണിച്ചു നോക്കട്ടെ. സന്തൂറമായി ഇങ്ങോട്ട് കാണട്ടെ. അമ്മായിക്ക് പെരും കുറവാണ്. അപ്പം ഞങ്ങള് വർക്ക് കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. ഞങ്ങളെ ഫോണിലാകെ 1% ഒരാൾക്ക് സ്വിച്ച് ഓഫ് ആയി. എന്റെ സ്വിച്ച് ഓഫ് ആയി. ഒരു ഫോണേ ബാക്കിയുള്ളൂ. 1% ഉണ്ട്. ഞങ്ങള് വീട്ടിലെത്തിയിട്ട് അറിയിക്കാം. അവിടെ ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസിന് പോകണം. ഓൾറെഡി ലേറ്റ് ആയി. അപ്പൊ ഞങ്ങള് ഡാൻസ് കളിക്കാൻ പോവാണ്. പത്ത് നേരം വൈകിക്കണം. പത്ത് നേരം. ഇതാണ് ഔട്ട്ഫിറ്റ് കേട്ടോ. അതെ, ഡാൻസ് കളിക്കാനുള്ള ഔട്ട്ഫിറ്റ്. പെരുന്നാക്ക് വീട്ടിൽ നിന്ന് അടുത്ത ചിന്ത. അപ്പൊ ഞങ്ങൾ പോയിട്ട് കാണാം. ഞാന് ഡാൻസ് പാർട്ടിന്ന് ഞാൻ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോകും. അതെ, എന്നിട്ട് 2-3 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വരും അല്ലേ. എന്റെ തല ഐസൊക്കെ ബാക്കില് അല്ലേ. ഐസോ ഓന്റെ ഷീറ്റ് ബാക്കില്. അവൻ ഈ 2 ഷീറ്റിലും ഇങ്ങനെ കടന്നിറങ്ങിപ്പോ അല്ലേ ഐസേ. അപ്പൊ ഞങ്ങളൊരു ഡാൻസ് വെച്ചാൽ ചെറിയ ചെറിയ സ്ലിപ്പ് ഞാൻ ഫുള്ള് റിവീൽ ചെയ്ത മോശല്ലേ. ആക്കും പെട്രോൾ അടിച്ചാൽ നിർത്തിയതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞമ്മാൻ്റെ വീട്ടിൽ പോവാണ്. പൂക്കോട്ടൂരാണ് കേട്ടോ കുഞ്ഞമ്മാൻ്റെ വീട്. അവിടേക്ക് എല്ലാ കസിൻസും എത്താന്ന് പറഞ്ഞിരിക്കണു. അപ്പം ഞങ്ങൾ കുഞ്ഞമ്മാൻ്റെ വീട്ടിലെത്തി. കസിൻസ് എല്ലാവരും നേരത്തെ എത്തിക്കണുണ്ടോ. ഞങ്ങളാണ് കുറച്ച് ലേറ്റ് ആയത്. അവിടെ എത്തിയ ഉടനെ തന്നെ പിന്നെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസൊക്കെ തുടങ്ങി. പ്രാക്ടീസൊക്കെ കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ ഏകദേശം 9:30 കഴിഞ്ഞിട്ടോ തിരിച്ചു പോന്നപ്പം. പിന്നെ ഫെമിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾ ഓളം അവിടെ ഇറക്കി കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഓളമ്മ വീട്ടിൽ ഓളമ്മ ഡിന്നർ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധം. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി. ഏകദേശം 10 മണി ആയിക്കോട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ. നല്ല ലേറ്റ് ആയി. ഐസപ്പോത്തിന് ഉറങ്ങിയിരുന്നു കേട്ടോ. ഓനവിടെ കൊണ്ടുപോയി ബെഡ് കിടത്തി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓളമ്മ നല്ല ബീഫ് ബിരിയാണിയും കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫെമിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്. ഫെമിനി 2-3 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. കുറച്ച് ദിവസം നിൽക്കാനേ കണ്ട് പോയതേനു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.